നമസ്കാരം. പതിരും കതിരും. എന്തു പറഞ്ഞാലും അതാണ് ഈ ഉറുമീസ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ അവതരിപ്പിച്ചിട്ടുണ്ട് നടൻ പ്രേംകുമാർ. കൊച്ചിനെ തട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ കുഞ്ഞു മാറിയോ എന്ന സംശയം. അതിനാൽ നാട്ടിലെ സകല കുഞ്ഞുങ്ങളെയും തൊട്ടിലടക്കം തട്ടിക്കൊണ്ടുവന്നു ഗുണ്ടാ സങ്കേതത്തിൽ ഇട്ടിരിക്കുകയാണ്. എന്തിനാടാ ഇത്രയും പിള്ളേർ എന്ന ചോദ്യത്തിന് ഉത്തരമായി കുഞ്ഞു മാറിപ്പോകാതിരിക്കാൻ നാട്ടിലുള്ള സകലതിനെയും തട്ടിക്കൊണ്ടുവന്നു. അതാണ് ഉറുമീസ്. ഇതുപോലെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശിശുക്കളുടെ കാര്യം പറയുമ്പോഴെല്ലാം ആവർത്തിച്ച് പറയും അതാണ് ഈ സർക്കാർ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശിശുമരണം കൊണ്ട് ഇരിക്കപ്പൊറുതിയില്ലായിരുന്നു. ഓരോ ശിശുരോധനത്തിലും കേട്ടു ഞാൻ 1 കോടി ഈശ്വരവിലാപം എന്ന മട്ടിലായി വീണയുടെ നിയമസഭാ പ്രസംഗം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പൂത്തുലയുകയാണ് സാർ. അതാണ് ഈ സർക്കാർ. സാർ, അഭിമാനമുണ്ട് സാർ. ഇതുപോലൊരു പരസ്യവാചകം ജയറാമും പറയുന്നുണ്ട്. കേരളീയരുടെ അഭിമാനമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ പരിസരത്തെ സ്വന്തം സാരിത്തുമ്പിൽ കെട്ടിയിട്ട് പൊങ്ങച്ചവും വീമ്പും ഡംഭും പറയുന്ന ഇതുപോലൊരു വനിതാ മന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടോ? എല്ലാം ഇവർ വന്ന ശേഷമുള്ള നേട്ടമാണ്. 2016 ഉമ്മൻചാണ്ടി ഭരണം തീർന്നതോടെ ശിശുമരണമില്ല, പ്രസവ മരണം ഇല്ല, കരപ്പനില്ല, ചൊറിയില്ല. ആറന്മുളയിൽ നിന്നും ഇവർ പൊതിഞ്ഞുകെട്ടി കൊടുമൺചിറ വഴി കൊണ്ടുവന്ന എന്തോ ദിവ്യമായ ഒരു കുറുക്ക് കൊടുത്ത് കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയാണ് വീണ ജോർജ്. അവർ ഇനിയും മന്ത്രിയാകട്ടെ. പിണറായി വിജയൻ്റെ ഭരണത്തിൽ വീണ മന്ത്രിയായതോടെയാണ് ജനങ്ങൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങിയത്. എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകൾ ഭർത്താക്കന്മാരുമായി വഴക്കിടുന്നു. പ്രസവം നിർത്തിയ സ്ത്രീകൾ പോലും വീണ്ടും കൊതിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ പട്ടിശല്യം കാരണം പല ആശുപത്രികളും ഗേറ്റടയ്ക്കാറുണ്ടെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടായാൽ ആരോഗ്യവകുപ്പ് ഓടിയെത്തുകയായി. അവർ പിണറായി വിജയനെ മനസ്സിൽ ധ്യാനിച്ച് ശ്വാസം ശക്തമായി രോഗിയുടെ വായിലേക്ക് ഊതിക്കൊടുക്കുകയായി. അതോടൊപ്പം പിണറായി നമഃ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ തുടങ്ങിയ രോഗി ഉയർത്തെഴുന്നേൽക്കുകയായി. അതാണ് സാർ ഈ സിസ്റ്റം. വീണ പറയുന്നത് കേട്ടാൽ അഹങ്കാരമായിട്ടല്ല, അഭിമാനമായിട്ടേ നമുക്ക് തോന്നൂ. ബാക്കി എന്തെങ്കിലും മുന്നേറാനുണ്ടെങ്കിൽ കൈകൾ കോർത്തു പിടിച്ച് നമുക്ക് മുന്നേറാം സാർ. അമേരിക്കൻ ഐക്യനാടുകളിലെ പൊതുജന ആരോഗ്യ സംവിധാനത്തെക്കാളും ശിശുമരണ നിരക്കിനേക്കാളും കുറവാണ് സാർ നമ്മുടേത്. സാർ, അമേരിക്കൻ ഐക്യനാടുകളിൽ ഗർഭിണികൾ പക്ഷിബാധയേറ്റും പിള്ളാർ പിത്തശൂല വന്നും മരിക്കുകയാണ് സാർ. പോഷകാഹാരത്തിൻ്റെ കുറവ് കാരണം അവരെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം സാർ. സാർ, ഒരു സ്പാനിഷ് യുവതി ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ ചെന്നു സാർ. അവരുടെ നാട്ടിൽ ഒരു കൺസൾട്ടേഷന് 8 മാസം എടുക്കും. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ചു കൊടുത്തു സാർ ആലപ്പുഴയിൽ. അവരാ സന്തോഷ വാർത്ത ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചതോടെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലേക്ക് തള്ളിക്കയറുകയാണത്രേ സ്പാനിഷ് ലേഡികൾ. സ്പാനിഷ് ലേഡി കേരളത്തെ ഓർത്ത് അഭിമാനിക്കുമ്പോൾ അതേസമയം ഒരു മലയാളി യുവതി സിസേറിയന് ശേഷം ജനനേന്ദ്രിയത്തിലൂടെ വിസർജിക്കേണ്ട അവസ്ഥയിൽ നരകയാതന അനുഭവിക്കുകയാണ് സാർ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് സാർ ആ സംഭവം. മറ്റൊരിടത്ത് ഒരു കുഞ്ഞിൻ്റെ കൈ വെറുതെ മുറിച്ചു കളഞ്ഞു ഒരു ഡോക്ടർ. അതിന് വേറെ കൈവച്ച് കൊടുക്കാൻ പോലും സിസ്റ്റം സമ്മതിച്ചില്ല സാർ. പക്ഷേ പ്രതിപക്ഷ നേതാവാണ് അത് ചെയ്തത്. സാർ, ആ സ്പാനിഷ് യുവതിയെ ഒരിക്കലും നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ ആരോഗ്യരംഗത്ത് വീണ വായിച്ച് നമ്മെ അപാരതയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പെടാപ്പാടിൽ വീണ ജോർജ് കഴിയുകയാണ്. നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ഈ കേരളത്തിലെ ശിശുക്കളെല്ലാം മരിക്കണമെന്നും ആരോഗ്യരംഗം കുളം തോണ്ടണമെന്നും കൊതിക്കുന്ന ഒരാളാണ് സതീശനത്രേ. എന്തൊരു കഷ്ടമാണ് സാർ ഇത്. വീണ ജോർജ് മാക്സിമം തള്ളിക്കൊള്ളൂ. എന്തിനാണ് സ്പാനിഷ് മാത്രമാക്കുന്നത്? ലണ്ടൻ, ഇറ്റലി, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ നാടുകളിൽ നിന്നുള്ള വനിതകളെ വെച്ച് ഓരോ ആശുപത്രികളെ കൂടി കഥകളിലേക്ക് ആവാഹിക്കൂ. ഈ പൊങ്ങച്ച വർത്തമാനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജനിതക ഗുണമായി മാറുന്നത്? നാണവും മാനവും ഉളുപ്പും ഈ വർഗത്തിനില്ലേ? ഇത് പിറവിയിലെ സംഭവിക്കുന്നതാണോ സംസർഗദോഷം കൊണ്ട് സംഭവിക്കുന്നതാണോ? ഈ പൊങ്ങച്ചക്കാരിയായ പുതുവിപ്ലവകാരി ആറന്മുളയിൽ വീണ്ടും മത്സരിച്ച് മന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ്. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ തോറ്റു തുന്നം പാടുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന
വന്നു കയറിയ വിപ്ലവകാരി മാത്രമാണ് ഈ വീണ ജോർജ്. പൊങ്ങച്ചവും തൻപ്രമാണിത്വവും കുശുമ്പും ഒട്ടും വകവെച്ചു കൊടുക്കാത്ത മലയാളി സമൂഹം ഇത്തരം ഒരാളെ വീണ്ടും ചുമ്മാൻ ഒരു സാധ്യതയും കാണുന്നില്ല.